ചോറിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കിയാലോ? വീട്ടിൽ മുട്ടയും തക്കാളിയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അധിക സമയമൊന്നും വേണ്ട, കുറച്ച് ചേരുവകൾ മാത്രം മതി. എന്നാൽ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കലെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം അതൊരു സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്ത് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട അധികം മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി സോഫ്റ്റായി കിട്ടിയാൽ നമുക്ക് അതവിടെ മാറ്റി വെക്കാം. പിന്നെ മറ്റൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ചെറുതായി മുറിച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുട്ട ചിക്കി എടുത്തത് അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. മുട്ട മസാലയുമായി നന്നായി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയും തക്കാളിയും കൊണ്ടുള്ള ഒരു കറി ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ മാത്രം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശ, ചപ്പാത്തി, പത്തിരി എന്നിവയുടെ കൂടെയും ഈ കറി സൂപ്പറാണ്. പെട്ടെന്ന് വീട്ടിൽ ഒരു കറി തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കി അഭിപ്രായം കമൻറ്റിൽ പറയണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, അത്രയും ടേസ്റ്റാണ്. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.